നമസ്കാരം. നവദമ്പതികളുടെ ഒരാഗ്രഹം കാരണം പണി കിട്ടിയത് റെയിൽവേക്കാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ഫസ്റ്റ് ക്ലാസ് AC കൂപ്പെ ആഡംബര മണിയറയാക്കി മാറ്റി നവദമ്പതികളുടെ യാത്ര. മഹാരാഷ്ട്രയിൽ അരങ്ങേറിയ ഈ അപൂർവ സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാട്ടുതീ പോലെ പടർന്നതോടെ കടുത്ത സുരക്ഷാ വീഴ്ചയുടെ പേരിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ചീഫ് ടിക്കറ്റ് ഇൻസ്പെക്ടറെ റെയിൽവേ സസ്പെൻഡ് ചെയ്തു. അനുമതിയില്ലാതെ കോച്ചിനുള്ളിൽ അതിക്രമിച്ചു കയറി അലങ്കാര പണികൾ നടത്തിയ ഡെക്കറേറ്റർക്കെതിരെയും റെയിൽവേ കേസെടുക്കുകയും ചെയ്തു. സൗത്ത് സെൻട്രൽ റെയിൽവേയാണ് ഉദ്യോഗസ്ഥനെതിരെ അടിയന്തരമായി നടപടി സ്വീകരിച്ചത്. ജൂലൈ 6-ാം തീയതി മഹാരാഷ്ട്രയിലെ ജൽനയിൽ നിന്നും മുംബൈയിലേക്ക് പുറപ്പെട്ട ബൽഹർഷ മുംബൈ നന്ദിഗ്രാം എക്സ്പ്രസിലാണ് ഈ സംഭവം. ട്രെയിനിലെ ഫസ്റ്റ് ക്ലാസ് AC കോച്ചിലെ G കൂപ്പയാണ് യാത്രയ്ക്കായി നവദമ്പതികൾ ബുക്ക് ചെയ്തത്. എന്നാൽ വെറുമൊരു യാത്രയ്ക്ക് പകരം തങ്ങളുടെ മധുവിധി യാത്ര അവിസ്മരണീയമാക്കാനായി ഇവർ റെയിൽവേ കോച്ച് മുൻകൂട്ടി അലങ്കരിക്കാൻ പദ്ധതിയിടുകയായിരുന്നു. ട്രെയിൻ ജൽന സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന സമയത്താണ് ദമ്പതികൾ ഏർപ്പാടാക്കിയ ഡെക്കറേറ്റർ ആരുമറിയാതെ കോച്ചിനുള്ളിൽ കയറി അലങ്കാരപ്പണികൾ നടത്തിയത്. ചുവപ്പും പിങ്കും വെള്ളയും നിറങ്ങളിലുള്ള ബലൂണുകൾ, ഹൃദയാകൃതിയിലുള്ള അലങ്കാരങ്ങൾ, പൂമാലകൾ, ഫെയറി ലൈറ്റുകൾ എന്നിവയ്ക്ക് പുറമെ ബെർത്തുകളിൽ റോസാപ്പൂ ഇതളുകളും വിതറി കൂപ്പയാകെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലെ ഹണിമൂൺ സ്യൂട്ടിന് സമാനമായി മാറ്റി. ഐ ലവ് യു എന്നെഴുതിയ ബോർഡും ഒപ്പം മെഴുകുതിരികളും കൂപ്പയ്ക്കുള്ളിൽ കത്തിച്ചു വെച്ചിരുന്നു. ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടുകൂടി റെയിൽവേ അധികൃതർ ഞെട്ടി. യാതൊരുവിധ മുൻകൂർ അനുമതിയുമില്ലാതെ പുറത്തു നിന്നൊരാൾ പ്രീമിയം കോച്ചിൽ കയറി മണിക്കൂറുകളോളം അലങ്കാര പണികൾ നടത്തിയത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയായാണ് റെയിൽവേ മന്ത്രാലയം വിലയിരുത്തുന്നത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയല്ലാതെ ഇത്രയും വലിയ അലങ്കാരങ്ങൾ കോച്ചിനുള്ളിൽ നടത്താൻ സാധിക്കില്ല എന്ന നിഗമനത്തിലാണ് TTE സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്നറിയാൻ റെയിൽവേ ഉന്നതതല അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോയ്ക്ക് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. സുഹാഗ്രാത് എക്സ്പ്രസ്, ഹണിമൂൺ ഓൺ വീൽസ് എന്നിങ്ങനെ ചിലർ ഇതിനെ തമാശയായി എടുത്തപ്പോൾ ഭൂരിഭാഗം പേരും കടുത്ത വിമർശനവുമായിട്ടാണ് രംഗത്ത് വന്നത്. AC കോച്ചിനുള്ളിൽ മെഴുകുതിരികൾ കത്തിച്ചു വെച്ചത് വലിയ തീപിടുത്തത്തിന് കാരണമാകുമായിരുന്നില്ലേ എന്നും പണമുണ്ട് എന്ന് കരുതി പൊതുമുതൽ സ്വന്തം ഇഷ്ടപ്രകാരം ഉപയോഗിക്കാൻ ആർക്കാണ് അവകാശമെന്നും ആളുകൾ ചോദ്യങ്ങൾ ഉയർത്തി. ഏതായാലും ദമ്പതികളുടെ ആഘോഷം കഴിഞ്ഞുവെങ്കിലും റെയിൽവേക്ക് ഇത് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ റെയിൽവേ തങ്ങളുടെ യാത്രക്കാരുടെ സുരക്ഷയും സൗകര്യവും വർദ്ധിപ്പിക്കുന്നതിനായി ജൻവിശ്വാസ് ടിക്കറ്റോ സാധുവായ പാസോ ഇല്ലാതെ യാത്ര ചെയ്താൽ ഈടാക്കുന്ന കുറഞ്ഞ പിഴത്തുക 250 രൂപയിൽ നിന്നും 500 രൂപയായി വർദ്ധിപ്പിച്ചു. ഇതിനൊപ്പം തന്നെ യാത്ര ചെയ്ത ദൂരത്തിന്റെ യഥാർത്ഥ നിരക്കും നൽകണം. ലേഡീസ് കോച്ചിൽ കയറിയാൽ വനിതകൾക്കായി സംവരണം ചെയ്തിട്ടുള്ള കോച്ചുകളിലോ ബെർത്തുകളിലോ പുരുഷന്മാർ അതിക്രമിച്ചു കയറിയാൽ 2500 രൂപ പിഴ ഈടാക്കും. മറ്റൊരാൾ ബുക്ക് ചെയ്ത ടിക്കറ്റോ പാസോ ഉപയോഗിച്ച് യാത്ര ചെയ്താൽ 500 രൂപ പിഴ ഈടാക്കുകയും ടിക്കറ്റ് കണ്ടുകെട്ടുകയും ചെയ്യും. നിരോധിത സാധനങ്ങൾ കൊണ്ടുപോകലും ട്രെയിനിൽ കൃത്യമായും വിലക്കിയിട്ടുണ്ട്. സ്ഫോടക വസ്തുക്കൾ, കത്തുന്ന പദാർത്ഥങ്ങൾ തുടങ്ങിയ നിരോധിത സാധനങ്ങൾ കൊണ്ടുപോയാൽ 10,000 രൂപ വരെ പിഴ ഒടുക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള എല്ലാ മാനദണ്ഡങ്ങളും നിയമവശങ്ങളും മറികടന്നുകൊണ്ടാണ് നവദമ്പതികളുടെ ഈ ഹണിമൂൺ യാത്ര ഇന്ത്യൻ റെയിൽവേയിൽ അരങ്ങേറിയത്.